ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ പറയാൻ പോകുന്നത് വെന്ത് തനിന്തത് കാട് എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയം ചെയ്യുന്നത് സിലംബ്രാസൻ ടിആർ, നീരജ് മാധവ്, സിദ്ദിഖ്, സിദ്ധി ഇദാനി, പിന്നെ രാധിക ശരത് കുമാർ ഒക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വേറെ ലെവൽ പടം, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഒരു മിനിഞ്ഞാന്ന് എൻ്റെ അടുത്ത് മുമ്പത്തെ ദിവസം തൊട്ട് ഞാൻ രത്നം കണ്ട് എന്ന സിനിമ കണ്ട്. സിനിമയുടെ സ്റ്റോറി വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചില ഒരു സീൻ പോലും വർക്കായില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇരുന്ന സമയത്ത് അത് ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടിടാന്ന് വിചാരിച്ചെന്ന്, പക്ഷെ അത് എനിക്ക് അങ്ങനെ തോന്നിയില്ല. വീഡിയോ ഇട്ടിടാൻ പറ്റിയൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് അതിന് പോൾ ചെയ്തവരെയൊക്കെ ഷോർട്സ് ഇടുന്ന കണ്ടാൽ മതി, മാത്രമേ പറയാനുള്ളൂ. എൻ്റെ കാര്യം വേണം, ഞാൻ ഇതിൻ്റെ കാര്യം പറയാം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് AGV ആണ്, ഗൗതം വാസുദേവ് മേനോനാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് AR റഹ്മാൻ. സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് 2022 തോന്നുന്നു. എനിക്ക് ആരുടെ അറിഞ്ഞൂടാ, കാരണം 2023 AR റഹ്മാൻ്റെ സോങ്സൊക്കെ കൂടത്തരുമായിരുന്നു. അതുകൊണ്ട് AR റഹ്മാൻ്റെ സോങ്സ് അത്രയ്ക്ക് നല്ലതായിട്ട് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒട്ടും നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്, പ്രത്യേകിച്ച് BGM. പിന്നെ വേറൊന്നും പറയാനില്ല ഈ പടം. പിന്നെ ഈ സിനിമയ്ക്ക് അഭിനയിച്ച എല്ലാവരും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദിഖിക്ക് ലാസ്റ്റ് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലതായിട്ട് വരട്ടെ, സെക്കൻഡ് പാർട്ടും ഒരു അടിപൊളിയാവട്ടെ എന്ന് മാത്രം ജീവിതത്തിനോട് പറയാനുള്ളൂ. പിന്നെ ജീവി അണ്ണൻ്റെ ഒരു പടം ഇപ്പോഴും കടത്തിലായി കിടപ്പുണ്ട്. അത് വേഗം ഇറങ്ങി കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.